ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പച്ചരി ഉപയോഗിച്ചിട്ടുള്ള ഒരു ദോശ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂണ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് അരിയിലോട്ട് 2 ടീസ്പൂണാണ് ചോറ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2 3 ഒക്കെ ആയിട്ടും കുഴപ്പമൊന്നുമില്ല. ചോറ് ചേർക്കുന്നത് സോഫ്റ്റ്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതേപോലെ തന്നെ നമ്മൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു ദോശമാവിൻ്റെ രൂപത്തിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് കറിവേപ്പില അരിഞ്ഞിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ കറിവേപ്പില നമ്മൾ ഇതിലോട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റാണ്. കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് കറിവേപ്പിലിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ, അതേപോലെ ക്യാരറ്റ് ഇതൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുതലായി പോകണ്ട. നമ്മളൊരു 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു കൈപ്പിടി ഇത്രയൊക്കെ മതി തേങ്ങ. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഉപ്പിടാൻ മറക്കരുത്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ അരി അരക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണമെങ്കിൽ അതാവും ബെറ്റർ. അപ്പം നിങ്ങൾ പറയാൻ മറന്നു പോയതാണ്, നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് അരിയുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മിക്സി ചുഴറ്റിയ വെള്ളം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. നല്ല ഓവർ കട്ടി പാടില്ലേനും എന്നാൽ നല്ല ലൂസാവാനും പാടില്ല. ഈ രൂപത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒറ്റയ്ക്ക് നമ്മൾ ചുട്ടിട്ട് കഴിക്കുമ്പോൾ അത്ര തന്നെ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൻ്റെ കൂടെ ചമ്മന്തിയും കൂടെയൊക്കെ ആഡാക്കിയിട്ട് നമ്മൾ കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. നമ്മൾ ഇതേപോലെ ചൂടുള്ള ഒരു ചീനച്ചട്ടി എടുക്കുക. ഇരുമ്പിൻ്റെ ചട്ടിയാണ്. നമ്മൾ ഫ്രൈ പാൻ്റെ ചട്ടിയിലൊന്നും ചുട്ടാൽ അത്ര ടേസ്റ്റ് വരണില്ല. ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇതേപോലെ നമ്മൾ നന്നാക്കി ചൂടായതിന് ശേഷം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലവണ്ണം ചൂടാണ് ചട്ടി. ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണമെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഇനി ചുറ്റിക്കാതെ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ നടുവേവാത്തൊരു പ്രശ്നമൊക്കെ വരും. നമ്മൾ ഓരോ ദോശ ഇതേപോലെ ചുറ്റിച്ചെടുക്കണേ. എന്നിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ചുട്ടെടുക്കണേ. അതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ സെൻറ്റർ വേവാത്ത പ്രശ്നം ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ നല്ല സോഫ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പസോഡ വേണ്ടവർക്ക് അപ്പസോഡ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ചോറിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ഉണ്ടാവും നല്ലവണ്ണം. പക്ഷെ നമ്മൾ ചോറ് കുറച്ച് ചേർത്തിട്ടുള്ളൂ ക്രിസ്പി രൂപത്തിൽ ആവാൻ വേണ്ടിയിട്ട്. ക്രിസ്പി രൂപത്തിലാവുമ്പോഴാണ് ചമ്മന്തി നമ്മൾ കൂട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ എല്ലാതും നമ്മൾ ഓരോന്നോരോന്ന് വീതം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നിങ്ങൾ ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ചമ്മന്തി കൂടി നമ്മൾ തയ്യാറാക്കി എടുക്കണം. ജസ്റ്റ് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി വേണം എന്നുണ്ടെങ്കിൽ ചേർക്ക്. ഇഞ്ചി ഓപ്ഷണലാണ്. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ ചട്ടിയിൽ വെച്ചതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. നമ്മൾ വാട്ടിയെടുത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിടാൻ മറന്നു പോയതാണ്. ഇനി നമ്മൾ ഇതിന് മുന്നേ വേറൊരു ചമ്മന്തി ചെയ്തിട്ടുണ്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇതേ രീതിയിൽ. അതാണെങ്കിലും ബെറ്റർ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. തേങ്ങ ചേർത്തിട്ട് നമ്മളെങ്ങനെയാണ് ഈ രീതിയിലുള്ള ചമ്മന്തി തയ്യാറാക്കുക എന്നുള്ളത്. ഇതേപോലെ നല്ലവണ്ണം വഴന്ന് വന്നാൽ നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് കോരിയെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നത്. ചെറിയ ചൂടാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ഈ അപ്പം അതിൽ കുത്തിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഭയങ്കര ടേസ്റ്റാണ് ഈ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.